ശോളമനുയർത്തി ദേവാലയം. ദാവീദിൻ സ്വപ്നമാം രമ്യാലയം. വാഗ്ദാന പേടകം അതിൽ സ്ഥാപിച്ചെങ്കിലും ദൈവത്തിൻ സാന്നിധ്യമില്ലാതെ പോയി. ശോളമനുയർത്തി ദേവാലയം. ദാവീദിൻ സ്വപ്നമാം രമ്യാലയം. വാഗ്ദാന പേടകം അതിൽ സ്ഥാപിച്ചെങ്കിലും ദൈവത്തിൻ സാന്നിധ്യമില്ലാതെ പോയി. ശോളമനുയർത്തി ദേവാലയം. ഇസ്രായേലിന്റെ രാജാവു യാചിച്ചു സർവീശനീശന്റെ ആഗമത്തെ. ഇസ്രായേലിന്റെ രാജാവു യാചിച്ചു സർവീശനീശന്റെ ആഗമത്തെ. ആ വിളി കേട്ടാഗതനായി ദൈവം ആവസിച്ച തിമോദാനവിടെ നിത്യം. ആ വിളി കേട്ടാഗതനായി ദൈവം ആവസിച്ച തിമോദാനവിടെ നിത്യം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഓശാന ഞായറിന് ശേഷമുള്ള തിങ്കളാഴ്ചയാണ്. നാം നോക്കുകയാണെങ്കിൽ ഓശാന ഞായർ, പെസഹ വേഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ എന്നീ തുടങ്ങിയ ദിവസങ്ങളിലെ പ്രത്യേകതകൾ നമുക്ക് പലർക്കും അറിയാം. പക്ഷേ ഓശാന ഞായറിന് ശേഷമുള്ള ആ തിങ്കളാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? അല്ലെങ്കിൽ ചൊവ്വാഴ്ച, ബുധനാഴ്ച ദിവസങ്ങളിൽ ആ വിശുദ്ധ വാരത്തിലെ ആ ഓരോ ദിവസത്തിൻ്റെയും പ്രത്യേകത എന്താണ് എന്ന് ക്രിസ്ത്യാനികളായ നമ്മൾ പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ദിവസമായ അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസമായ ഈ ദിവസം യേശു കർത്താവ് തൻ്റെ യെരുശലേം ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആലയം എന്ന് പറയുന്നത് അനുഗ്രഹങ്ങളുടെ ഉറവിടമാണ്. കൃപയുടെ ഒരു ഇടത്താവളമാണ് നമ്മുടെ ആലയം എന്ന് പറയുന്നത്. മാത്രമല്ല ആത്മീയതയുടെ ഒരു വേദിയാണ്. ദൈവം വസിക്കുന്ന ഇടമാണ്. ഇങ്ങനെയുള്ള ഈ ആരാധനാ ആലയത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആരാധനയാകട്ടെ, ഒത്തുചേരലാകട്ടെ, ധ്യാനമാകട്ടെ, പ്രാർത്ഥനയാകട്ടെ, ഇതെല്ലാം തന്നെ നമുക്ക് തീർച്ചയായിട്ടും ആരാധനാലയത്തിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ദൈവവുമായി സമ്പർക്കം പുലർത്തുന്നതിനായിട്ട് മനുഷ്യർ ആദ്യമായിട്ട് നിർമ്മിച്ചത് ബാബേൽ ഗോപുരമായിരുന്നു. ഇതൊരു ആലയമായിരുന്നില്ല, പക്ഷേ ഒരു പ്രതീകമായിരുന്നു ഈ ഒരു ബാബേൽ ഗോപുരം എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ആലയത്തെ കാണാനായിട്ട് ദൈവം യഹോവ അവിടേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞു എന്നും അവരെ പലവിധത്തിൽ ചിതറിച്ചു കളഞ്ഞു എന്നും ബൈബിളിൽ രേഖപ്പെടുത്തി കാണുന്നുണ്ട്. പഴയ നിയമ കാലഘട്ടത്തിൽ നാം നോക്കുമ്പോൾ അവരുടെ മരുഭൂമി യാത്ര ആ ഒരു സമയത്ത് അവരെ തയ്യാറാക്കിയിരുന്ന ഒരു ആരാധനാലയമാണ് സമാഗമന കൂടാരം എന്ന് പറയുന്നത്. ഇതൊരു താൽക്കാലിക മാത്രമല്ല അതിനൊരു സ്ഥിരതയില്ലായിരുന്നു. അവർ പോകുന്ന ഇടങ്ങളിലെല്ലാം ഇതിനെ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഇതിനോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഈ സമാഗമന കൂടാരത്തിന് ഉണ്ടായിരുന്നത്. തുടർന്ന് യെഹെസ്കേൽ പ്രവാചകൻ തനിക്ക് ലഭിച്ച ദർശനപ്രകാരം ആലയം നിർമ്മിച്ചു എന്നും സെരൂബാബേൽ ആലയം നിർമ്മിച്ചു എന്നും ഹെരോദ രാജാവ് ആലയം നിർമ്മിച്ചു എന്നൊക്കെയുള്ള രേഖപ്പെടുത്തലുകൾ കാണുന്നുണ്ട്. ഇവിടെ മത്തായി 21:12 മുതൽ 17 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ യെരുശലേം ദേവാലയത്തെ ശുദ്ധീകരിച്ച യേശു കർത്താവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യേശു ദേവാലയത്തിൽ ചെല്ലുകയും അവിടെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരെ പുറത്താക്കിയതായി രേഖപ്പെടുത്തി കാണുന്നുണ്ട്. യെരുശലേം ദേവാലയം എന്ന് പറയുന്നത്
യഹൂദന്മാരുടെ, അതായത് ദാവീദ് രാജാവിന്റെ മകനായ ശലോമോൻ പണിത യെരൂശലേം ദേവാലയം, ആ ദേവാലയത്തെ, ആരാധനാലയമാകേണ്ടുന്ന ആ ദേവാലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്നതാണ് യേശു കർത്താവിന്റെ ഏറ്റവും വലിയ വിഷമം. അദ്ദേഹം പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞു എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായി 21:13 എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നെഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. അപ്പോ പരിശുദ്ധമാകുന്ന ഈ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്നതാണ് യേശു കർത്താവിനെ സംബന്ധിച്ച് യേശുവിനെ പ്രകോപിതനാക്കാനുള്ള ഒരു കാരണം. യേശു ചെയ്ത ഈ ഒരു പ്രവൃത്തിക്ക് പ്രസക്തി ഏറെയുണ്ട്. ഒന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ ആ ദേവാലയത്തെ സംബന്ധിച്ച് വളരെയേറെ ഒരു എരിവ് യേശു കർത്താവിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല, ദേവാലയത്തെ അതിയായി മാനിച്ച ഒരു വ്യക്തിയായിരുന്നു യേശു കർത്താവ്. തൻ്റെ പിതാവായ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ തൻ്റെ ആലയം, തൻ്റെ യെരൂശലേം ദേവാലയം പരിശുദ്ധമായിരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് യേശു കർത്താവ്. ആരാധന ആലയങ്ങൾ ദൈവ കേന്ദ്രീകൃതമായിരിക്കണം, അവിടെ മറ്റുള്ള ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും വന്നു ചേരാൻ പാടില്ല എന്നുള്ള ഒരു പഠിപ്പിക്കലും യേശു ഇവിടെ നടത്തുകയാണ്. അവസാനമായിട്ട് നോക്കുകയാണെങ്കിൽ ആലയം പോലെ പരിശുദ്ധമാകേണ്ടതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം എന്നുള്ള വലിയ ചിന്ത യേശുവിൻ്റെ ഈ പ്രവൃത്തിയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശുവിൻ്റെ ദേവാലയ ശുദ്ധീകരണത്തിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ നീതിയുള്ള കോപം. രണ്ടാമതായിട്ട് യേശുവിൻ്റെ ദേവാലയം എങ്ങനെ പരിശുദ്ധമാകുന്നുവോ, അല്ലെങ്കിൽ ദൈവം എങ്ങനെ പരിശുദ്ധമായിരിക്കുന്നുവോ, അതുപോലെ മനുഷ്യരാകുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം പരിശുദ്ധമായിരിക്കണം എന്നുള്ള ഒരു പഠിപ്പിക്കലും യേശു കർത്താവ് ഇവിടെ നടത്തുന്നുണ്ട്. ഒന്നാമതായിട്ട് നീതിയുള്ള, അല്ലെങ്കിൽ യേശുവിൻ്റെ നീതിയുള്ള കോപം. മനുഷ്യരായ നാം ഒരിക്കലും കോപത്തെ നീതിയായിട്ട് കണക്കിടാറില്ല. എന്താണ് നീതിയുള്ള കോപം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? തിന്മയോടും ദൈവത്തിന്റെ പരിശുദ്ധിയെ ഇല്ലാതാക്കുന്ന പ്രവൃത്തിയോടുമുള്ള ആഴത്തിലുള്ള എതിർപ്പിനെയാണ് നീതിയുള്ള കോപം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തിന്മയോട് അല്ലെങ്കിൽ പാപപ്രവൃത്തിയോടുള്ള ആഴത്തിലുള്ള എതിർപ്പാണ് നീതിയുള്ള കോപം. ഇവിടെ പാപപ്രവൃത്തി അല്ലെങ്കിൽ തിന്മ പ്രവൃത്തി ചെയ്ത യെരൂശലേമിലെ ആ വ്യക്തികളോട് യേശു കർത്താവ് ദേഷ്യത്തോട് അല്ലെങ്കിൽ കോപത്തോടു കൂടി പ്രതികരിക്കുന്നു. അവിടെ നീതിയോടുള്ള ഒരു ഇടപെടലാണ് യേശു കർത്താവ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മത്തായി 21:12 യേശു കർത്താവിന്റെ കോപം നീതിയുള്ള കോപമാണ് എന്ന് രേഖപ്പെടുത്തി കാണുന്നുണ്ട്. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് യേശു കർത്താവിന്റെ ഈ നീതിയുള്ള കോപത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമതായി നോക്കുകയാണെങ്കിൽ യേശു കർത്താവ് അവിടെയുള്ള ജനതയോട്, അല്ലെങ്കിൽ അവിടെ ആ സഭ അല്ലെങ്കിൽ ആ ആലയത്തിലായിരുന്ന വ്യക്തികളോട് അവരോട് ആ ഒരു പ്രവൃത്തി ചെയ്തത് ആ മനുഷ്യരോടുള്ള പക കൊണ്ടല്ല, മറിച്ച് ദേവാലയത്തിന്റെ വിശുദ്ധിയോട് ഒരു എരിവ് അല്ലെങ്കിൽ ഒരു വാഞ്ചി ഉള്ളത് കൊണ്ടാണ് യേശു കർത്താവ് അങ്ങനെ പ്രവർത്തിച്ചത്. പാപിയെ നശിപ്പിക്കാനല്ല, സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് ആ പാപിയെ തന്നോട് അടുത്ത് അല്ലെങ്കിൽ തന്നോട് ചേർത്ത് നിർത്താനാണ് കർത്താവ് ഇഷ്ടപ്പെട്ടത്. യേശു കർത്താവിന്റെ ആ ഒരു കോപം എന്ന് പറയുന്നത് ആത്മനിയന്ത്രണമുള്ള കോപമാണ്. തിന്മയോട് തിന്മയാൽ പ്രതികരിക്കുക എന്നല്ല, തിന്മയോട് നന്മയാൽ പ്രതികരിക്കുക എന്നുള്ള വലിയൊരു പാഠമാണ് യേശു കർത്താവ് ഇവിടെ പകർന്നു നൽകിയത്. യേശു കർത്താവിന്റെ ഈ കോപത്തിൽ ഒരു ആത്മനിയന്ത്രണം ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തന്റെ പ്രവൃത്തിയിൽ, തന്റെ ദേഷ്യത്തിൽ ആ ദേഷ്യത്തെ നീതിപൂർവമാക്കാനായിട്ട് ശ്രമിച്ച ഒരു കർത്താവിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 41:10 പ്രകാരം കാണുന്നു, എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആ നീതിയുള്ള വലങ്കൈ നമുക്ക് താങ്ങായി നിൽക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ആ യെരൂശലേം ദേവാലയത്തിൽ ഇത്തരം പ്രവൃത്തിയുമായിട്ട്, അല്ലെങ്കിൽ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്ത ആ ഇടത്തെ വിശുദ്ധീകരിക്കാനായിട്ട് ശ്രമിച്ചത്. എല്ലാ മനുഷ്യരും നീതിമാന്മാരായിരിക്കണമെന്നാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ ദേവാലയമാകുന്ന ആകേണ്ടുന്ന ഹൃദയത്തെ നാം ശുദ്ധീകരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്.
വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറയുകയുണ്ടായി: വിശ്വാസികളുടെ ഹൃദയം എന്നത് ദൈവത്തിന്റെ ആലയമാണ് എന്ന്. ദൈവം വസിക്കുന്ന ആലയമാണ് ഓരോ വിശ്വാസികളുടെയും ഹൃദയം. അപ്പോൾ അങ്ങനെ ദൈവം വസിക്കുന്ന ഇടമാകണമെങ്കിൽ നമ്മുടെ ഹൃദയം പരിശുദ്ധമാകണം എന്നുള്ള ഒരു വലിയൊരു ചിന്തയാണ് ഈ ഒരു ഭാഗം നമുക്ക് നൽകുന്നത്. നമ്മുടെ മനസ്സിനുള്ളിൽ ലോഭകരമായിട്ടുള്ള ചിന്തകളാകട്ടെ, അഹങ്കാര പ്രവൃത്തികളാകട്ടെ, പാപം നിറഞ്ഞ പ്രവൃത്തികളാകട്ടെ, ഇതൊക്കെയും വരുമ്പോൾ നാം നമ്മുടെ ഹൃദയം അന്ധകാരത്തിലേക്ക് അല്ലെങ്കിൽ അശുദ്ധിയിലേക്ക് കടന്നു ചെല്ലുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 3:16 ഇപ്രകാരം കാണുന്നു: നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലേ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. അവിടെ കൊരിന്ത്യർ എഴുതിയ സുവിശേഷത്തിൽ വേദഭാഗത്ത് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് പറയുന്നത്, നമ്മുടെ ദൈവം പരിശുദ്ധമായിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ മന്ദിരമാകുന്ന നാം ഓരോരുത്തരും പരിശുദ്ധമാകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നതെന്ന്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ കർത്താവിന് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ ഉപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഹൃദയത്തെ ശുദ്ധമുള്ളതാക്കി മാറ്റാനായി സാധിക്കുകയുള്ളൂ. മനസ്സിനെ ശാന്തമാക്കാനും അതുപോലെ തന്നെ നമുക്ക് ആന്തരികമായിട്ടുള്ള ഒരു ധ്യാനം നേടിയെടുക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഘടകം സഹായിക്കുന്നുണ്ട്. അതുപോലെ ദൈവത്തോട് അടുത്ത് നിൽക്കുമ്പോൾ, ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, നമ്മുടെ കാര്യങ്ങൾ ദൈവത്തോട് അറിയിക്കുമ്പോൾ, പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് അടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തെ നമുക്ക് ശുദ്ധീകരിക്കുവാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, വചന ധ്യാനത്തിലൂടെയും നമുക്ക് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ സാധിക്കും. സ്നേഹത്തിൽ ഊന്നി നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. സഭയിലെ വിശുദ്ധ കൂദാശകളിൽ ഏർപ്പെടുമ്പോൾ ആ കൂദാശകളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനെ ഉൾക്കൊള്ളുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ദൈവത്തിന്റെ ഭവനവും നമ്മുടെ ഹൃദയവും ശുദ്ധമായിരിക്കണമെന്നാണ് യേശു കർത്താവ് ആഗ്രഹിക്കുന്നത്. ഭൗതിക ആരാധന കൊണ്ട് മാത്രമല്ല, ആത്മീകമായിട്ട് സഭയിലായിരിക്കുന്ന സമയങ്ങളിൽ ആത്മീകമായിട്ട് നമ്മുടെ ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ മാത്രമാണ് ദൈവം സന്തോഷിക്കുന്നത്. അപ്രകാരം ഈ വിശുദ്ധ തിങ്കളാഴ്ച ദിവസം നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ, ആലയമാകുന്ന നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ.